ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ള നല്ല ഒരു ചപ്പാത്തി കറിയാണ് കാണിക്കുന്നത്. ഈ ഒരു കറി കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ കറിയുടെ പേര് കോളിഫ്ലവർ ഇറച്ചിക്കൂട്ട് എന്നാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു ഫ്ലേവറിൽ ഉള്ള കാരണമാണ് അതിന് ആ ഒരു പേര് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ തന്നെയാണ് കേട്ടോ, കേരള സ്റ്റൈലിലുള്ള ഒരു കോളിഫ്ലവർ കറി തന്നെയാണ്. അപ്പം ഇതിന് മുന്നേ ഏതാണ്ട് ഒരാഴ്ച മുന്നേ കോളിഫ്ലവർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നാടൻ രീതിയിൽ ഒരു കോളിഫ്ലവർ കറി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവർ എന്തായാലും ഇത് കണ്ടു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അധികം ആരും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അതിന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ കോളിഫ്ലവറൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 400 ഗ്രാം, അതായത് ഒരു 400 ഗ്രാമാണ് കോളിഫ്ലവർ. ഇതേപോലെ ഫ്ലോററ്റ്സ് ആയിട്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഒരു കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇവിടെ തണുപ്പാവുക കാരണം കുറച്ച് കട്ടിയായതാണ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കോളിഫ്ലവർ ഒന്ന് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവറിന് ഒരു റോ ടേസ്റ്റ് വരും, ഒരു പ്രത്യേക ഒരു സ്മെല്ലില്ലേ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കറിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിങ്ങനെ ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ഇങ്ങനെ വരും. വല്ലാതെ ഒന്നും ആവണ്ട. ആ സമയത്ത് അത് കോരി മാറ്റിയാൽ മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കടായിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ വെളിച്ചെണ്ണ വേണ്ടത് വെച്ചാൽ അത്ര ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. അതും കൂടി ചേർത്തിട്ട് വഴറ്റുക. 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കണം. ഇത് സാമാന്യം വലിപ്പമുള്ള ഒരു സവാളയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്നു വന്ന പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി അധികം ചേർക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. എല്ലാം കൂടി ചേർത്തിട്ട് ആ പച്ചമണം ഒന്ന് മാറണം. ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ട് എണ്ണ ഒന്ന് തെളിയണം. മസാലയൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കോളിഫ്ലവർ ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കണം കേട്ടോ. അധികം ആവാൻ പാടില്ല, 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ആ പൊടികൾ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി വഴറ്റിയാലും മതി കേട്ടോ. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കോളിഫ്ലവർ ഇങ്ങനെ വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞ് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ മീതങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സൈഡിലൊക്കെ. ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് മല്ലിയില കൂടി ചേർക്കുക. എന്നിട്ട് അത് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇറച്ചി മസാല ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് വെജിറ്റേറിയൻസിനായാലും നോൺ വെജിറ്റേറിയൻസിനൊക്കെ ആയാലും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു കറിയാണിത്. ഇപ്പോൾ കണ്ടില്ലേ, സൈഡിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണ അങ്ങനെ സൈഡിലൊക്കെ തെളിഞ്ഞു വന്നാലാണ് ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ കൂടുതലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതിങ്ങനെ വല്ലാതെ വെള്ളത്തോടക്കനെ ആവില്ല, കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ട്
എന്നാൽ ആവശ്യത്തിന് ഒരു ചെറിയ ഗ്രേവി ഉണ്ട്. ഇനി ആ ഒരു രീതിയിലായിരിക്കും ഇത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.